നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, വെരിക്കോസ് ആണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, നമുക്ക് പരിഹാരമായിട്ട് മനക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങൾക്കൊപ്പമുണ്ട്. ആദ്യമായിട്ട് വന്നത് വെരിക്കോസിന്റെ ചെറിയൊരു വൂണ്ടായിട്ടായിരുന്നു വന്നത്. ഇതിപ്പോ രണ്ടാമത്തെ സെറ്റിംഗ് ആണ്. അപ്പൊ ആദ്യം വന്ന അതിനെ അപേക്ഷിച്ച് നമ്മളിപ്പോ വന്നപ്പോൾ വ്യത്യാസം എന്തൊക്കെയാണെന്ന് പറയാമോ? ആദ്യം വന്നപ്പോൾ എനിക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാല് താഴത്ത് കുത്താൻ പാടായിരുന്നു. പിന്നെ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം നല്ല വ്യത്യാസമാണ്. വെരിക്കോസ് വെയിനുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അവർക്കെല്ലാം ആശ്വാസമായിട്ട് ഒരു പരിചയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് മനക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ. ഒരുപാട് പേര് വെരിക്കോസിന്റെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ പല സ്റ്റേജുകളിൽ വരുന്നവരുണ്ട്. അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിക്കോട്ടെ, വൂണ്ടഡ് സ്റ്റേജ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്കൊരു മികച്ച റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ശോശാമ്മ പൗലോസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വെരിക്കോസിന്റെ ബുദ്ധിമുട്ടായിട്ട് വന്നതാണ്. പക്ഷെ നമ്മൾ കേസെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് വെരിക്കോസ് മാത്രമല്ല ബാക്ക് പെയിൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിഞ്ഞത്. താങ്ക് യു ഡോക്ടർ വെരി മച്ച്. ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്നാണ് വന്നത്. ഇതുപോലെ ഇൻസ്റ്റയിൽ കണ്ടുകൊണ്ടാണ് അനേകരുടെ ടെസ്റ്റ് മണിയൊക്കെ കണ്ടപ്പം മനസ്സിലായി ഫോർ വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റിന് ഇതൊരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടുമെന്ന്. ഇൻവേസീവ് അല്ലാത്തൊരു പ്രൊസീജിയർ ആയതുകൊണ്ട് പ്രിഫർ ചെയ്തത്. പിന്നെ പല പേഷ്യൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അബ്ലേഷനും അല്ലെങ്കിൽ ലൈഗേഷനും ഒക്കെ ചെയ്താൽ വെയിൻ അങ്ങ് ടോട്ടലി ഡാമേജ് ആകുവാണ്. ഇവിടെ ആകുമ്പം വെയിൻ അങ്ങനെ നഷ്ടപ്പെടുത്തുന്നില്ല. സോ ആ ട്രീറ്റ്മെൻറ്റ് ഫോർ മീ ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. എൻ്റെ കാലിനൊക്കെ ഒത്തിരി പ്രഷറൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം ബെറ്ററായി. അതുപോലെ ലോ ബാക്ക് പെയിൻ ദാറ്റ് വാസ് മച്ച് ബെറ്റർ. സ്ഥലം കരുനാഗപ്പള്ളി കല്ലികടവാണ്. അപ്പം ഏതവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർക്കായാലും ധൈര്യപൂർവ്വം നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് ബന്ധപ്പെടുക.